ഗുഡ് ആഫ്റ്റർനൂൺ ഗായ്സ്. സോ ഗായ്സ്, ഇപ്പോൾ ഇവിടെ സമയം 1 മണിയാവാനായി. ഞാൻ പോയിട്ടൊരു ബ്രഞ്ച് ഉണ്ടാക്കട്ടെ, കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം തണുപ്പായിട്ട് 11 ഡിഗ്രിയാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട് പുറത്ത്. പിന്നെ നേരെ എണീറ്റ് ഞാനൊന്ന് ഫ്രഷായി, പല്ല് തേച്ചു, മുഖം കഴുകി. സ്കിൻ കെയറും പരിപാടിയൊന്നും നമുക്കില്ല. സ്കിന്നൊക്കെ വേണമെങ്കിൽ സ്വന്തമായി കെയർ ചെയ്യട്ടല്ലേ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നൊരു വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫാണ്, അല്ല എ വീക്കെൻഡ് ഇൻ അവർ ലൈഫാണ്. കാരണം ഡേ ഇൻ മൈ ലൈഫും വീക്കെൻഡ് ഇൻ അവർ ലൈഫും ഭയങ്കര വ്യത്യാസമാണ് ഗൈസ്. ഡേയിൽ ഞാൻ മാത്രമേ ഉണ്ടാവുക, വീക്കെൻഡിൽ മാത്രമേ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവുള്ളൂ. സോ ഞാൻ പോയി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാം. നമ്മളുടെ കടലക്കറി പുട്ടുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ കടല നമ്മൾ കുക്കറിൽ വെച്ചേക്കണമെങ്കിൽ നമുക്ക് ബാക്കി മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്, ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും. ഹലോ ഗൈസ്, നമ്മുടെ ചിരട്ടപ്പുട്ട്. അടച്ചു വെക്കാം. കുട്ടി നന്നായിട്ട് പാത്രം കേൾക്കൂ. രസമുണ്ടല്ലേ? ഞാൻ എന്നാ പറയാം. നമ്മൾ അലക്കാൻ പോവാണ്. ഇത് ഫുള്ള് നമുക്ക് അലക്കാനുള്ള ഡ്രസ്സ് അലക്കാൻ പോവാൻ നമുക്ക് കുറച്ച് മേക്കപ്പ് ഇടാം. മോയ്സ്ചറൈസർ ഇടാണ് ഗൈസ്, പുറത്ത് നല്ല തണുപ്പാ. ഇനി കുറച്ച് പൗഡർ. പണ്ട് സ്കൂളിൽ പോയി അങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ടേ. മുടിയൊന്നും പിന്നെ നമ്മൾ വാരുന്നില്ല. ലെറ്റ്സ് പുട്ട് ആസ് ലൈക്ക് ദിസ്. പോയി ഡ്രസ് അലക്കി വരാൻ ഗൈസ്. ബൈ ബൈ. ലൈറ്റില്ലല്ലോ ഇവിടെ. റിച്ച് വൈഫ് ഉണ്ടായതുകൊണ്ട് 40 ഡോളർ തരും. എനിക്ക് $55 തിരിച്ചു തരേണ്ടി വരും. പറ്റുമോ? മറ്റേ 10 കൂടി കൂട്ടിത്തട്ടി പറയണേ. എന്തൊരു ആക്രാന്തം! ഈ വാങ്ങണ ആക്രാന്തം തിരിച്ചു തരാനുണ്ടാവില്ല. മതി. തിരിച്ചു തരുന്നില്ലെങ്കിലും സോ നമ്മള് ഡ്രസ്സൊക്കെ പുറത്തെടുത്ത് വെച്ചു. ലെറ്റ്സ് ഗോ. ഞാൻ തുറന്നുതരാം, വെയിറ്റ് ചെയ്യൂ. അയ്യോ തണുപ്പാണ് കാക്കുവോ. അയ്യോ, ഇതാണ് നമ്മളെ അപ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയി തോന്നിയാൽ തികച്ചും സ്വാഭാവികം. കാരണം ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണ് ഗൈസ് ഈ സംഭവം. വണ്ടി വരട്ടെ, പിന്നെ മറ്റേ 2 പേരും കൂടെ വരാനുണ്ട്. വണ്ടി വന്നിട്ട് നമുക്ക് അവരെ വിളിക്കാം, അല്ലെങ്കിൽ അവരിവിടെ പോസ്റ്റ്. കാക്കു എത്തിപ്പോയി ഗൈസ്. ഇതെവിടെ വെക്ക? ഡിക്കിയില വെച്ചാ പോരെ? നമ്മളെ ഡിക്കിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഞങ്ങൾക്ക് സ്വന്തമായി ജലസംഭരണിയുണ്ട്. ഇത് കണ്ടാൽ തോന്നുന്നു ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് കുളിക്കലും നനക്കലും ഒന്നും ഇല്ലാന്നല്ലേ. അതൊക്കെ നമുക്കിതിൽ ആവശ്യമായ സാധന ജംഗമ വസ്തുക്കളാണോ. മറ്റോലെ എവിടെ വെക്കൂ? ഗൈസ്, ഇതാണ് നമ്മൾ ലോണ്ട്രി. ഇത് ഡ്രയറും ഇത് വാഷിംഗ് മെഷീനും. നമ്മൾ കോയിൻസ് വേണം. കോയിൻസ് നമ്മളടുത്തില്ലെങ്കിൽ നമുക്ക് ഈ മെഷീനിൽ പൈസ ഇട്ടിട്ട് കോയിൻസ് ഇതിൽ എടുക്കാം കേട്ടോ. ഇതാണ് നമ്മളെ നൈബേഴ്സ്.
നമ്മളെ ഡ്രസ്സ് ഇതിലും കൂടെ ഇടണേ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ബോൾസ് ആണത്. ഇതൊന്നിലോ 2 എണ്ണം കിട്ടാൻ മതി, അടിപൊളിയായിട്ട്. ഒമ്പരം കണക്കിന് കറങ്ങി ഞാൻ പോകും. നാട്ടിലത്തെ അലക്കുകല്ലും അലക്കണതാണോ ഇതിൽ അലക്കണതാണോ നല്ലത്? അത് എപ്പോഴും ഇവിടെ അലക്കണതാണ്. അലക്കല്ലും അലക്കണത് നല്ലതല്ല. ഓ എന്തൊരു നല്ല കാക്കു. എത്ര പണിയെടുക്കണം. അലക്കല്ലും അലക്കണോര് തുണിക്കുപ്പായം വേറെ സോപ്പ് ധരിച്ചിട്ട് ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മാറ്റി വരിക, ഡ്രസ്സ് ഇടുക, കഴിഞ്ഞാൽ അത് പരിപാടി കഴിച്ച് നേരെ പക്ഷേ പിന്നെ നമ്മൾ വിമർശിക്കല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈസി വേ ഇതാണ്. പക്ഷെ ഒന്ന് വാഷ് ചെയ്യാൻ ബെറ്റർ നാട്ടിലാണെന്ന് പറയണേക്കാം. ശരിക്കും വാഷ് ആവണമെങ്കിൽ അലക്കല്ലും ചെയ്താലാണ് പറ്റുള്ളൂ. അത് സംശയം. ഫോർ മീ അലക്കുകൾ കറൊക്കെ നല്ല ഓരോരുത്തർ തിരുമണമെങ്കിൽ അലക്കല്ലും കൊണ്ടുവരാടി എത്ര കാലം ഞാൻ ചോദിക്കും നമ്മളോട്. നമ്മളെ കല്ലുമ്മല് നല്ല പുഴയിലൊക്കെ കല്ലുമ്മല് ഇങ്ങനെ ഒറ്റ തിരുമുമ്പോൾ കിട്ടുന്ന സുഖം എനിക്കിതൊന്നും കിട്ടണില്ല. നമുക്ക് വേറെ നിവർത്തില്ല, തന്നെയാണ് നിവർത്തുള്ളൂ. വേറെ കവറുണ്ടേ ഇനി. നമ്മുടെ പരിപാടി കഴിഞ്ഞു ഗൈസ്. നമ്മൾ വിട്ടു പോവാണ്. അലക്കലൊക്കെ കഴിഞ്ഞു. നമ്മൾ ഡ്രസ്സൊക്കെ അലക്കി വന്നു. നമ്മളിപ്പോൾ ഇനി പുറത്ത് പോകാനുള്ള പരിപാടിയില്ല. കുറച്ച് വത്തക്ക വാങ്ങിന്, അത് കഴിക്കാം ഗൈസ്. നമ്മൾ ഇങ്ങനെ ഒരു സുനാപ്പി വാങ്ങിക്കണം. നിധി വണ്ടിമേലൊന്ന് വെച്ച് നോക്കണം. നമുക്ക് നിധമ്മ വെച്ച് വീഡിയോ എടുത്ത് നോക്കട്ടോ. മാക്സിമം എത്ര ഉള്ളേ വരിക. നമ്മൾ ആദ്യം കാക്കു വെച്ച പൊസിഷൻ മാറ്റി ഗൈസ്. അവിടേക്ക് എത്തണില്ല എനിക്ക്. നമ്മൾ കുറച്ച് അറ്റത്തേക്ക് മാറ്റി. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസിന്റെ അവിടെ തിരിക്കാം. നമ്മൾ ഫോണ് പതുമല വെച്ചിക്കണം. ഇതുമ്മല് ഈ ഒരു നട്ട് ഇതിന്റെ ബാക്കിലുള്ളേ അത് ലൂസൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ ഫോണിന്റെ ഈ സാധനം അഴിക്കാം. ഫോൺ വെച്ചത് ജസ്റ്റ് ഇത് ഇതുമ്മ ഇവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്താണ് നോക്കട്ടെ. ബട്ട് ദിസ് ഇസ് ഗുഡ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ എങ്ങനെ പോണ പറയൂ. കുത്തിയോക്കട്ടെ ഞാനൊന്ന്. ഇതാണ് ഗൈസ് ഞങ്ങള് ഞങ്ങളെല്ലാ സാധനങ്ങളും അറക്കിലാണ്. ഇതിൽ ഇമ്മി വാപ്പയില്ലാത്തലൊക്കെ ഉണ്ടാവും. ഓ ഇതെനിക്ക് ഇഷ്ടമായിട്ടോ ഈ സംഭവം. മറ്റേത് ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോഴേ വണ്ടി കുലുങ്ങിനനുസരിച്ചിട്ട് വീഡിയോവും കുലുങ്ങും, ലൈറ്റും ഉണ്ടാവില്ല. ഇത് ലൈറ്റും ഒക്കെ ഉണ്ട്. കാക്കു ചിരിക്കുമോ വീഡിയോയിൽ നോക്കി? ഞങ്ങൾ ഇന്ന് തണുപ്പായിട്ടാണ് കേട്ടോ ഊട്ടിത്തെ ആൾക്കാരുമായി 2 കുപ്പായി കിട്ടുന്നത്. 7 കൊല്ലം 6 കൊല്ലം കഴിച്ച് ഇവിടെ ഉള്ള കാക്കൂനും ഇപ്പോഴും ഇവിടുത്തെ തണുപ്പ് തീരെ സഹിക്കണില്ല ഗൈസ്. സോ ബാഡ്. എന്താപ്പോ ഒരു 13 ഡിഗ്രി ഒക്കെ സഹിക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് വേണം. എനിക്കിതൊന്നും കുഴപ്പമില്ല. സോ സിമ്പിൾ. പുറത്തുള്ളിൽ തണുപ്പൊന്നുമില്ല. കോളേജല്ലേ? ഇതൊരു കോളേജാണ് ഗൈസ്. ഗവൺമെന്റ് കോളേജാ? പബ്ലിക് കോളേജ് അത്ര. അപ്പൊ ഗൈസ് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ വന്നിക്കണത് എന്തിനാണെന്നറിയോ? നമ്മളെ നാട്ടിലത്തെ സ്വീറ്റ്സ് മേടിക്കാനാട്ടോ. ഇതിവിടെ എല്ലാത്തിനും ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലാ? എവിടെ? ഇവിടെയോ? ജിലേബി ഒക്കെ അല്ലേ കാക്കോ? ജിലേബി ഒക്കെ അല്ലേ? അങ്ങനെ എന്തൊക്കെയോ ആണ്. അയ്യോ പോലീസ് പുഷാപ്പുള്ള ഒരു ജിലേബി കടയാണോ ഇതിൻ്റെ ഉള്ളില്? ഈ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ളില്? ഓ മൈ ഗോഡ്, അത് മതിയോ? See guys, this is so good. ഹായ്, നല്ല മിറർ പ്ലേസ്. കൃഷ്ണ സ്വീറ്റ്സ്.
ഹായ്. നല്ല ഫ്രഷാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് അല്ലേ, നല്ല ഫ്രഷ് ഉണ്ട് അല്ലേ. പോരട്ടെ, ഇത് ഗുലാബ് ജാമുൻ തോന്നുന്നു. ഞാനിതൊക്കെ ഒന്ന് നോക്കി എന്താ മേടിക്കേണ്ടത് നോക്കട്ടെ ഗൈസ്. ഇതൊക്കെ ഫ്രഷ് ആട്ടോ കാണാൻ. ഉപ്പുമാവോ നല്ല അടിപൊളിയിലെ കാണാൻ. ഗൈസ് ടെൻഷനായി, ലഡു എങ്ങാനും തീർന്നു പോകും. ഇവിടെ ഉള്ള ഏതൊരു കാക്ക വന്നിട്ട് ഒരു ലോഡ് സാധനം വാങ്ങും. എനിക്ക് ടെൻഷനും ഉണ്ടാകും സീരിയസ്ലി. ഞാൻ മിണ്ടാതിരിക്കാം. ഇതാണ് ഗൈസ് നമ്മളത് ചെറിയ ബോക്സ്. എന്താ പറഞ്ഞ എന്ത്? ആ ഓക്കെ, നല്ല കാര്യം. ഇങ്ങനൊരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു പരിപാടിയുള്ള കാര്യം നമുക്ക് പുറത്ത് നോക്കി മനസ്സിലാവില്ല. ഇതൊരു അപ്പാർട്ട്മെന്റ് പോലെയൊക്കെ ഉണ്ട്. തിന്ന് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടത്. നമ്മള് 5 ഗുലാബ് ജാം ആക്രാന്തം കൊണ്ട് എനിക്ക് ആദ്യം ഈ ഗുലാബ് ജാമുനൊന്നും ഒന്ന് ഫുൾ ഇത്രയും വലുത് കഴിക്കാൻ വെക്കൂലേനു. ഞാൻ കഴിക്കൂലേനു ഈ സാധനം. പക്ഷെ ഇപ്പൊ കഴിക്കും. നമുക്ക് ഹാഫ് ഹാഫ് ആക്കാം കേട്ടോ. ഫുൾ കഴിക്കൂലല്ലോ. സെക്കൻഡ് ഐറ്റം ഇതിനൊക്കെ ഇവിടെ പൊന്നിന്റെ വില. നല്ല ഭംഗിയുള്ള പാക്കേജ് അല്ലേ, നല്ല ലക്ഷറി പാക്കേജ്. സോ ഗുഡ് ഗൈസ്. നമ്മള് ഇതേതാ ടിമോട്ടൻസോ? ടിമോട്ടൻസിലെത്തി. one medium triple and a grilled chicken wrap. ഗ്രിൽ ചിക്കൻ റാപ്പ്. ടിമോട്ടൻസിന്റെ ഗ്രിൽ ചിക്കൻ റാപ്പ് ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യൂ. ഒരെണ്ണം പോരടി, ജസ്റ്റ് വൺ. വേണ്ട. പേയ്മെന്റ് കറക്കിയ ചിലപ്പോൾ താഴെ വല്ല പഞ്ചസാര. ഇതാണ് ഐറ്റം ഗ്രിൽ ചിക്കൻ റാപ്പ്. ഇത് സംഭവം നല്ല ടേസ്റ്റാണ് ഈ സാധനം. Napkins we can keep here, there, maybe. നമ്മളെ വണ്ടിക്ക് കുറച്ച് കാറ്റടിക്കുന്നു ഗൈസ്. ഈ ബാഗിലുണ്ടാവും. പറ്റിപ്പാണ്. ഇത് ഫുള്ള് വല്ല റൊട്ടിയാണ്. ഇത് ഇവിടെ ഫുള്ള് റൊട്ടിയാണ്. ഇവിടെ ഒന്നും ഇല്ല അറിയാം. പറ്റിപ്പാണ് അറിയാം. ഇതിൽ സോസ് കുറവായിരിക്കും, പക്ഷെ ഇവിടെ അപ്പളും വാങ്ങിയ സോസ് ഞാൻ എടുത്തു വെച്ചിരിക്കണം. അപ്പോൾ ഞാനിത് ഉപയോഗിക്കും അടിയന്തര സാഹചര്യങ്ങളിൽ. ഇതാണ് കേസ് നമ്മുടെ കാറ്റാടി യന്ത്രം, അല്ല കാറ്റടിക്കുന്ന യന്ത്രം. കാക്കോടെ കാറ്റടിക്കുന്നു. പെട്രോൾ പമ്പ് കാണാൻ നമ്മളെ നാടത്തെ പോലെയാണെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം മാറ്റുന്നുണ്ട്. ആദ്യം നമ്മൾ പെട്രോൾ പമ്പിൻ്റെ എല്ലാ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഇതേപോലത്തെ ഒരു ഷോപ്പ് ഉണ്ടാവും. അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് സാധനം അടിക്കും. ഇതാണ് നമ്മളെ പെട്രോൾ പമ്പിലെ അടിക്കാരൻ. അത്രക്കൊന്നും വേണ്ട. പാവങ്ങൾ ഓർഡിനറി അടിക്കും. കാക്ക എന്തിനാ അവിടെ പോയി പേയ്മെന്റ് ചെയ്തതെന്ന്?
ഇവിടെയും പേയ്മെന്റ് ചെയ്യാം, നമുക്ക് അവിടെ പേയ്മെന്റ് ചെയ്താൽ നമ്മൾ വിചാരിക്കാത്ത റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ റീസൺ? ഓട്ടോ റൂട്ട് 40 നമ്മൾ പോകേണ്ട റൂട്ടിൽ നിന്നാണ് റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ വർക്ക് ഉണ്ട്. അത് കാരണം നമ്മൾ അവര് പോക്കറ്റ് റോഡിലൂടെ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. കരുതോടത്ത് എത്തുമോ? എന്തായാലും എത്തും. മെയിൻ ഹൈവേ അല്ല, അതൊരിക്കലും അവര് അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. ഇട്ടാലും അവര് വേറെ ഇവിടെ എന്താണ് എഴുതി കൂട്ടിയിരുന്നത്? സ്ഥലമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുള്ള പ്രകൃതി രമണീയമായ സ്ഥലം. നമ്മളിപ്പോൾ ആക്ച്വലി പ്രത്യേകിച്ചൊരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നല്ല കേട്ടോ. എന്തായാലും ഒരു വീക്കെൻഡാണ്, നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പ്ലാനൊന്നും ഉണ്ടായില്ല. നമ്മൾ അലക്കും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എവിടെ ഇപ്പോൾ സ്ഥലം പറഞ്ഞത്, ഓട്ട്വേ അവിടെ അങ്ങനെ എന്തോ ഒരു സ്ഥലം പറഞ്ഞു, ഞാനിപ്പോൾ ശരിക്കും ഓർക്കുന്നില്ല. ജസ്റ്റ് ഒരു ഡ്രൈവിന് വേണ്ടിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ഒരു ഷൊർണൂർ ജംഗ്ഷൻ കണ്ടൊരു ഫീൽ ചെയ്യുന്നു കേട്ടോ. ഒരുപാട് റെയിൽവേ ട്രാക്കും, ഇവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ടാവും, പക്ഷെ അത് റോഡിൽ നിന്നൊക്കെ കുറേ വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് അങ്ങനെ ഒറ്റ റെയിലായിട്ട് ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ കുറേ ട്രാക്ക് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മളെ ഒരു എറണാകുളം ജംഗ്ഷനോ ഒരു ഷൊർണൂരൊക്കെ എത്തിയ മൂടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവിടെ ഒരു ട്രെയിന് പോകണതും കണ്ടു ഞാൻ, നല്ലൊരു വൈറ്റ് കളർ ട്രെയിന്. ഏകദേശം രാത്രിയായി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഉള്ള സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒൻറ്റാരിയോയിലാണുള്ളത്, വേറെ പ്രൊവിൻസിലാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പെട്രോളിന് നമ്മൾ അവിടെ ഉള്ളതിന് മോൺട്രിയലിൽ ഇല്ലിനെക്കാട്ടിലും കുറച്ചുകൂടി വില കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ഫുൾ ടാങ്ക് എണ്ണ കടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോയത്. നമുക്ക് വേണ്ടത് എടുക്ക്, നോസിൽ പുറത്തേക്ക് എടുക്ക്. ഇനി ഏതാ വേണ്ട വെച്ചാൽ നിക്ക്, പറഞ്ഞത് മതിയോ? ഇനി അതിന്റെ ഉള്ളിൽ കൊണ്ടേക്കൂ. പൈസ ഒക്കെ കയറിക്കോ, പൈസ ഇനി അടിച്ചോളൂ പെട്രോൾക്കാരി ജാനകി, ബംഗാളി ബാബു. പൈസ തരൂ ഗൈസ്. പൈസ ഓൾറെഡി കൊടുക്കല്ലേ, നിർത്തിയാലോ? നമ്മൾ വണ്ടി ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ച് തിരിച്ചു പോകണം. കക്കു, എന്താണ് കക്കുവിന് വലിയൊരു ട്രാവലിനെ പറ്റി പറയാനുള്ളത്? എന്താ വെറുതെ വീട്ടിലിരുന്നപ്പോൾ നമ്മൾ പോകുന്നല്ലേ, അപ്പോൾ അതിന് ഓക്കെ, നല്ല കാലാവസ്ഥ അടിപൊളിയാണ്. നല്ല തണുപ്പാട്ടോ. ഞാനിവിടെ വന്നിട്ട് ഇത്ര തണുപ്പിൽ ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. 12 ഡിഗ്രി ആയി, അത്യാവശ്യം കിടുകിടാവുന്നുണ്ട് എനിക്ക്. എന്താ പറയുക, ഇനി പ്രത്യേകിച്ചൊന്നുമില്ലല്ലേ, നമ്മൾ വീട്ടിൽ ചെല്ലും, എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടല്ലോ? വേണ്ട, എനിക്ക് വേണ്ട. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. മാക്സിമം എനിക്ക് വേണമെന്ന് കഴിക്കണത് നേരെ വീട്ടിൽ പോകും നമുക്ക്. എന്നിട്ട് ഞാൻ നല്ല പയറും കഞ്ഞി ഉണ്ടായിത്തരാം, അത് മേടിച്ചിട്ട് അകരങ്ങൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. എന്ത് ലേറ്റ് ആയിട്ട് പുറത്തുനിന്ന് എന്താ ലേറ്റ് ആയിട്ട് കിട്ടുന്നത്? എന്നാൽ വല്ല നാടൻ വല്ല തട്ടുകട, അച്ചായൻ്റെ തട്ടുകട അങ്ങനെ എങ്ങനെയും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. എന്നിട്ട് വല്ല കഞ്ഞിയും പയറും കിട്ടുമോ നോക്കാം. എനിക്ക് വേറെ ഹെവി ഫുഡിനോടും താല്പര്യമില്ല. സോ ഗൈസ്, എത്രക്കുള്ളൂ? ഇത് ലോങ് ആണോ വീഡിയോ, ഷോർട്ടാണോ വീഡിയോ എന്ന് അറിയില്ല അല്ലേ. കുറേ ക്ലിപ്സ് എടുത്ത് വെച്ചു. അപ്പോൾ അത്രക്കുള്ളൂ ഗൈസ്. ബൈ കക്കു, ബൈ ബൈ പറയൂ. ബൈ. ആക്ച്വലി നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഇവിടുന്ന് കഴിച്ചില്ല, നമ്മൾ ഊബർ ഈറ്റ്സ് വഴി നമ്മൾ ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തിച്ച് കഴിച്ചു ഗൈസ്. നല്ല ബവർച്ചി ബിരിയാണിയും ചിക്കനും. അപ്പോൾ ബൈ.